നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേക്കകത്തുള്ള ഒരുവിധം ഫീച്ചറുകളൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അധികം ആളുകൾക്ക് അറിയാത്ത ഒരു രഹസ്യമായിട്ടുള്ളൊരു ഫീച്ചർ നമ്മുടെ ഗൂഗിൾ പേക്കകത്തുണ്ട്. എന്താണ് ആ ഫീച്ചർ, അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം. തീർച്ചയായിട്ടും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസിൽ തന്നെ ഇവിടെ കാണാം UPI ലൈറ്റ് ആക്ടിവേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഓപ്ഷനാണ് UPI ലൈറ്റ് ആക്ടിവേറ്റ് എന്നുള്ള ഈ ഫീച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതെന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുന്നായിട്ട് നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ അതെടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ കാണാൻ മുകളിലായിട്ട് QR കോഡ് സ്കാൻ ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കുക. നമുക്കിവിടെ പിൻ പേയ്മെൻറ്റ് 1000 രൂപ എന്ന് കാണിക്കുന്നുണ്ട്. ഫാസ്റ്റ് ആൻഡ് സേഫ് ആൻഡ് പിൻ ഫ്രീ എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഇതിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേയ്മെൻറ്റ് ലൈറ്റ് UPI ലൈറ്റ് എന്നുള്ള ഈ ഒരു ഫീച്ചർ ഗൂഗിൾ പേ അടുത്ത കാലത്തായി കൊണ്ടുവന്ന ഫീച്ചറാണ്. ഇത് സാധാരണ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പം ചെറിയ ചായ കുടിച്ച പേയ്മെൻറ്റ് അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ വാങ്ങിയ പേയ്മെൻറ്റ്, ഇങ്ങനെ ചെറിയ പേയ്മെൻറ്റുകൾ ഒരു 1000 രൂപയ്ക്ക് താഴെ വരുന്ന പേയ്മെൻറ്റുകൾ ഇങ്ങനെ ഓരോ സമയം നമ്മളിങ്ങനെ പേയ്മെൻറ്റ് ചെയ്യും. അപ്പം 1 രൂപയുടെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിൻ നമ്പർ ടൈപ്പ് ചെയ്യണം. ഗൂഗിൾ പേ നമ്മൾ എന്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് പിൻ നമ്പർ ടൈപ്പ് ചെയ്യണം. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ UPI ലൈറ്റ് എന്നുള്ള ഈ ഭാഗത്തേക്ക് നിങ്ങൾ ഇവിടെ കാണുന്ന 500 അല്ലെങ്കിൽ നിങ്ങൾക്ക് 1000 2000 വരെയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആഡ് ചെയ്ത് ചെറിയൊരു സംഖ്യ നിങ്ങൾ ഇതിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് പിൻ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് സ്കാൻ ചെയ്ത് എത്രയാണോ പണം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ പേയ്മെൻ്റ് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ സമയം 1 രൂപയുടെ പേയ്മെൻറ്റിനും 10 രൂപയുടെ പേയ്മെൻറ്റിനും ഒക്കെ ഇങ്ങനെ പിൻ നമ്പർ അടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാളും ഏറ്റവും ഉപകാരമുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു 1000 രൂപ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേക്കകത്ത് നമ്മൾ ഓരോ പേയ്മെൻറ്റുകൾ പൂർത്തിയാക്കുമ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിലെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേക്കകത്ത് നിന്ന് പണം തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരോടെങ്കിലൊക്കെ ചോദിക്കും ഒരു 1000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമോ എന്നൊക്കെ. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഗൂഗിൾ പേയുടെ UPI ലൈറ്റിലേക്ക് പണം മാറ്റി വെച്ചാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ എപ്പോഴാണോ പണം തീരുന്നത് നിങ്ങൾക്ക് UPI ലൈറ്റിലേക്ക് മാറ്റി വെച്ച പണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല ഇതിനകത്തുള്ള പ്രത്യേകത നമുക്ക് സെർവറിൻ്റെ പ്രശ്നം സാധാരണ വരാറില്ല. അതുപോലെ ചെറിയ നെറ്റ്വർക്ക് ഉണ്ടായാലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിൻ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇൻ്റർനെറ്റൊക്കെ തീരുന്ന സമയത്ത് ചെറിയ നെറ്റ്വർക്കിലൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ UPI ലൈറ്റിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. ചെറിയ ഇൻ്റർനെറ്റിൻ്റെ പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ മാറ്റി വെക്കാൻ UPI ലൈറ്റിൽ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ സമയത്തും പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിവിടെ 500 കാണിക്കുന്നത്. 500 കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് 1000 വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 500 എന്ന് കാണുന്നതിന് നേരെ ഇൻറ്റു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് 1000 വേണമെങ്കിൽ 1000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2000 വേണമെങ്കിൽ 2000 ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2000 രൂപയ്ക്ക് താഴെ മാത്രമേ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഇൻ്റർനെറ്റ് ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ UPI ലൈറ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് UPI ലൈറ്റിൽ നിങ്ങൾ പണം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. പിൻ നമ്പർ ഇല്ലാതെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം തീർന്നു കഴിഞ്ഞാൽ ഒരിക്കലും പണം പെട്ടെന്ന് തീർന്നു പോയി എന്ന പേരിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട. നിങ്ങൾ മാറ്റിവെച്ച ഈ പണം അവിടെ ഉണ്ടാകും. അത് വെച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, 2000 രൂപ മാത്രമേ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആക്റ്റീവ് ചെയ്യാൻ ഒന്നുമില്ല. നിങ്ങൾ ഇതിനകത്തേക്ക് പണം ആഡ് ചെയ്താൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.